ഇങ്ങോട്ടൊക്കെ എനിക്ക് മധുരമുള്ള എന്താ ഉണ്ടാക്കി തരുമോ? മധുരമുള്ള പുഡിങ് കഴിക്കാനാ തോന്നുന്നു, പക്ഷെ സാധനങ്ങളുണ്ടോ അറിയില്ല. പുഡിങ്ങിന് കിച്ചണിൽ നോക്കി എനിക്ക് തട്ടിക്കൂട്ട് പരിപാടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് ചെയ്തുതരാം. എന്തേ മതിയോ? നോക്കാം, ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരാം. പറഞ്ഞ കിച്ചണിലേക്ക് പോയി നോക്കാലോ, എന്തെങ്കിലും നോക്കാലോ. ഓക്കെ. അടുക്കളയിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ സാധനം ഒന്നും ഇല്ലെന്നോട്ട് പറ്റിക്കാൻ നിൽക്കല്ലേ. ബട്ടർ ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പാല്, പിന്നെ ഐസ്ക്രീം കൂടെ വേണം. അതുണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടാക്കി തരാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് നാളെ ഉണ്ടാക്കാം. ഇത് ഞാൻ എനിക്ക് വേറെ ആവശ്യത്തിന് കൊണ്ടുവച്ചതാ മോനെ, എടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങിത്തരണം. നമുക്ക് ഐസ്ക്രീം കൂടി നോക്കാലോ. എന്ത് നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. നമ്മൾ ഏത് പുഡിങ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതെല്ലാം നമ്മുടെ സാധനങ്ങൾ. ബിസ്ക്കറ്റ്, ബട്ടർ, പാല്. ജലാറ്റിനോ ഇതൊന്നും വേണ്ടേ? ജലാറ്റിൻ ഇപ്പൊ നമ്മൾ കഴിയുന്നില്ലല്ലോ. നമ്മളിപ്പോ ജലാറ്റിൻ ഉണ്ടാക്കുന്നില്ല. തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ ഫുൾ തട്ടിക്കൂട്ടാണല്ലേ. കഴിച്ചു നോക്കാം, നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നീ അഭിപ്രായം പറ. നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളെ എയറോട്ട് ബിസ്ക്കറ്റ് നമ്മുടെ കയ്യെല്ലാം മുറിഞ്ഞിട്ടുണ്ടല്ലോ അടുക്കള കയറിയിട്ടാ. ഡെയിലി കിച്ചണിലല്ലേ. നമുക്കിത് ടേബിളൊക്കെ എടുത്തേക്കട്ടോ. ഇനി എടുത്ത നമ്മളെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തു. ഇതിപ്പോൾ മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ബിസ്ക്കറ്റിൽ വെച്ചിട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. പെട്ടെന്ന് ഇരുന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതെന്തിനാ? നമുക്ക് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പാല് പിരിഞ്ഞ് കഴിയും. പിരിഞ്ഞ് എത്ര പെട്ടെന്നല്ല രണ്ടുപേരെ തമ്മിൽ നീ പിരിച്ച് ആ പാലിനെയും വെള്ളത്തിനെ എത്ര പെട്ടെന്ന് നോക്കിയാൽ. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. പനീരുണ്ട്, നമ്മളെ ഫ്രഷ് മിൽക്ക് അല്ല ഫ്രഷ് ക്രീം, പിന്നെ 2 സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതൊന്ന് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്താ ഒരു കട്ട വേണം, പനീർ ശരിക്കും മെൽറ്റായില്ല. നമുക്കിതൊന്ന് സ്പ്രെഡായി കൊടുക്കാം. നമ്മൾ ആ കട്ടയായ സാധനം അവിടെ തന്നെ ഉണ്ട്, അത് നമ്മുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. പരിപാടിയുണ്ട്. അങ്ങനെ 2 ലെയറാക്കിയിട്ട് പുഡിങ് നമ്മളെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് ഫ്രിഡ്ജിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ചോക്ലേറ്റ് കൂടെ മെൽറ്റാക്കാം. നമുക്കതിൽ ഫ്രഷ് ക്രീം മിക്സ് ചെയ്യാം. ലാസ്റ്റ് ലെയറാ കുറച്ച് ബട്ടർ, ഇത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. രണ്ടും കൂടെ നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ശരിക്കും ഇത് ഇങ്ങനെ തന്നെ കുടിച്ചാൽ മതി അല്ലേ? നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. നമുക്ക് നമ്മളെ ഇത് സെറ്റായോ? ഇത് സെറ്റായിട്ടില്ല. ഈ ലെയറും കൂടെ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, അപ്പോഴൊക്കെ സെറ്റാവും. നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ബിസ്ക്കറ്റ് നേരത്തെ പൊടിച്ച് വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയാണ്, അത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. നമുക്കിത് പെട്ടെന്ന് കഴിക്കേണ്ടതുകൊണ്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂളിംഗ് ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ.
അതിന് കാത്തിരുന്ന് നമ്മളെ പുഡിങ് കൈവലെത്തിയിട്ട് കഴിക്കാൻ്റെ പുഡിങ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ബിസ്ക്കറ്റ് പുഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണാനുള്ള നല്ല രസമുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു ഓർമ്മിക്കാം സത്യമായിട്ടും. സത്യത്തിൽ വാക്കുകളില്ല എന്ന് പറയേണ്ടി വരും. റമിക്കാൻ്റെ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി പുഡിങ്ങാണ്. ഇതിനു വേണ്ടി കാത്തിരുന്ന എൻ്റെ ക്ഷമ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ലൈഫ്. സൂപ്പറോ അടിപൊളിയോ. ഇനി വാപ്പ ഉണ്ടാക്കിയേ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇങ്ങോട്ട് നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാ? ഇഷ്ടപ്പെടാ? നിങ്ങളുണ്ടാക്കിയ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നിങ്ങളും കൂടെ അറിയണ്ടായിരിക്കും. സൂപ്പറാണ്. അപ്പൊ ഞാൻ ഇത് കഴിച്ചു തീർന്നിട്ട് അടുത്ത വീഡിയോ ബൈ.